നമസ്കാരം എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഡെയിലി ചലഞ്ചിന്റെ എത്രാമത്തെ ദിവസമാണ്? 19ാമത്തെ ദിവസമാണല്ലേ. അങ്ങനെ നമ്മൾ എത്ര ചോദ്യങ്ങൾ പഠിച്ചു? അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ. ആ കുറച്ച് ദിവസങ്ങൾ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ പഠിക്കുക. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 HGS ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 91/2024 ആണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? വർഷം ഏതാണ്? 1916 ആരാണ് സ്ഥാപിച്ചത്? DK കാർവേ. DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എവിടെയാണ് സ്ഥാപിച്ചത്? എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ക്ലിയർ ആയല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. അടുത്തത് നോക്കാം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഏതെന്നാണ് ചോദ്യം. ഏതാണ് സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ പ്രസിദ്ധമായത്? ഓപ്ഷൻ ബി ആണ് ആനന്ദമഠം. ആനന്ദമഠം ആരുടെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച പ്രസിദ്ധമായ ബംഗാളി നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം നോവലിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അടുത്തത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ സി ആണ് ഗാന്ധിജിയാണ് പറഞ്ഞത്. ഗാന്ധിജിയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ഇപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് എന്തായിരുന്നു? ഏത് നിയമമായിരുന്നു? 1919 റൗലറ്റ് നിയമമാണ് അല്ലെ. 1919 റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. 4, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ബംഗാൾ. എവിടെയാണ്? ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നത്. 5ാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ് അൽ ഹിലാൽ എന്ന് പറയുന്ന പത്രം. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് ആരംഭിച്ച ഉറുദു വാരികയാണ് അൽ ഹിലാൽ. അൽ ഹിലാൽ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയില് തെറ്റായത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയില് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? 4ാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. അതായത് ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത് തെറ്റാണ്. ശരി, ലക്ഷ്യപ്രമേയം ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമാക്കി മാറ്റിയത്. അപ്പോൾ അത് തെറ്റാണ്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. കറക്റ്റ് ആയത് ഏതൊക്കെയാണ്? ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗം, നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജി, ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ജോഡിയാണ്. 7ാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകള്? അപ്പോ ദൃഢവും അയവുള്ളതുമായ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണല്ലേ. ശരിയാണ്. ദ്വിമണ്ഡല സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. 2 മണ്ഡലമുണ്ട്, ലോകസഭയും രാജ്യസഭയും. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളും നമ്മുടെ സവിശേഷതയാണ്. 3ാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന. അങ്ങനെ ഒരു കാര്യം ഇല്ലല്ലേ. ഇന്ത്യയിൽ ഏക പൗരത്വവും ഏക ഭരണഘടനയുമാണുള്ളത്. സംസ്ഥാനങ്ങൾക്ക്
പ്രത്യേക ഭരണഘടന ഇല്ല. അപ്പോ 3 തെറ്റായിട്ടുള്ളത്. അപ്പൊ ഇതില് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 4 സവിശേഷതയാണ്. 1, 2, 4 ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 4. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകള് ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെയാണ് സൂചിപ്പിക്കുന്നത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏത് ഭരണഘടനാ സ്ഥാപനമാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, പാർലമെന്റിന്റെ ചുമതലകളാണ് ഈ 3 കാര്യങ്ങള്. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുന്നു, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നു, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇതെല്ലാം പാർലമെന്റിന്റെ ചുമതലകളാണ്. 9 താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങള്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, അത് മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അത് മൗലിക അവകാശമാണ്. അപ്പൊ 1, 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സൗജന്യ നിയമസഹായവും ലഹരി വസ്തുക്കളുടെ നിരോധനമൊന്നും മൗലിക അവകാശങ്ങളിൽ പെട്ടതല്ല. അടുത്തത്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോ ആണ് ഇങ്ങനെ പറഞ്ഞത്. ആരാണ്? പ്ലേറ്റോ ആണ് ഇങ്ങനെ പറഞ്ഞത്. ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ പ്രശസ്ത വാക്കുകളാണിത്. 11 താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ആരാണ് ഈ നവോത്ഥാന നായകൻ? അതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരെ കുറിച്ചിട്ടാണിത്? ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളാണ് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചത്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. അത് രണ്ടും അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഓർത്തു വെച്ചോളണം ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? അതും ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ് ജനിച്ചത്. അതും ചോദിച്ചിട്ടുണ്ട്. സമാധിയായ സ്ഥലം പന്മനയാണ്. പന്മന ആശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം സമാധിയാകുന്നത്. 12 തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ജോഡികൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റ് ഏതാണ്? തെറ്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. സ്വദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി അദ്ദേഹത്തിന്റെ ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അപ്പൊ അത് മാറിപ്പോകരുത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന പേര് വന്നപ്പോൾ അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചതെന്ന് ആരും ഓർക്കരുത്. തുടക്കക്കാരോടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ബാക്കി ജോഡികൾ കറക്റ്റ് ആണല്ലേ. അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം വർഷം ഏതാണ്? 1915 അല്ലെങ്കിൽ പെരിനാട് ലഹള എന്നും കല്ലുമാല സമരം അറിയപ്പെടാറുണ്ട്. 1915 കൊല്ലത്തുള്ള പെരിനാട് വെച്ചിട്ടാണ് ഈ ഒരു ലഹള നടന്നത്. പെരിനാട് ലഹള എന്നും അറിയാറുണ്ട്. ഇനി ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ. 1888 വർഷം 1888 നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്താണ് ശിവപ്രതിഷ്ഠ ഉണ്ടായത്. വൈകുണ്ഠസ്വാമികളാണ് അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്?
വൈ സമം വൈ അല്ലേ, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഓക്കെ അല്ലേ? അടുത്തത് 13 ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എവിടെയാണ് ലണ്ടൻ മിഷണറി സംഘം പ്രവർത്തിച്ചത്? ഓപ്ഷൻ എ ആണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം പ്രവർത്തിച്ചത്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? ചർച്ച് മിഷൻ സൊസൈറ്റി CMSന്റെ പ്രവർത്തന മേഖലയായിരുന്നു കൊച്ചിയും തിരുവിതാംകൂറും. മലബാർ പ്രവർത്തന മേഖലയായിട്ട് പ്രവർത്തിച്ച മിഷണറി സംഘം ഏതായിരുന്നു? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാർ പ്രവർത്തന മേഖലയായിട്ട് പ്രവർത്തിച്ചത്. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയതെന്നാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയായിരുന്നു. അത് ഏത് വർഷം എന്നാണ് ചോദിച്ചത്. ഏത് വർഷമാണ്? 1924 നവംബർ 1. ഓപ്ഷൻ ബി ആണ്. 1924 നവംബർ 1 മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തിയത്. അടുത്തത് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ എ ആണ് EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അല്ലേ? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ് 1.25 കോടി മലയാളികൾ. അടുത്തത് 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തെയാണ്? 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തെയാണ്? ഓപ്ഷൻ സി ആണ് 18ാമത്തെ ലോകസഭയാണ്. ആ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആരായിരുന്നു? ആരാണ്? ഓർമ്മയുണ്ടോ? ആരാണ്? രാഹുൽ ഗാന്ധിയാണ് അല്ലേ? 17 ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരെന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ ബി ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ ആണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. 18 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ബന്ധമില്ലാത്തതെന്നാണ് വരുന്നത്. ഇതിൽ ബന്ധമില്ലാത്തത് മൂന്നാമത്തെയാണ് തെറ്റായിട്ടുള്ളത്. ഇതിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുന്നില്ല. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മനസ്സിൽ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഞാൻ വായിക്കുന്നില്ല. അത് നമുക്ക് ശരിയായിട്ടുള്ളത് വായിക്കാം അല്ലെ? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് ഇതിൽ ഒപ്പുവെച്ചത്. അപ്പൊ 1954 ഏപ്രിൽ 29 ഈ ഒരു കരാർ ഒപ്പിട്ടത്. പിന്നെ അപ്പൊ ഈ ഒരു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായും തമ്മിലാണ്. അപ്പൊ മൂന്നാമത്തെ തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. അപ്പൊ 4 എന്തായാലും ചന്ദ്രയാൻ ഏറ്റവും അവസാനമായിരിക്കും എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അതേണ്ട എല്ലാ ഓപ്ഷൻസിലും 4 കൊണ്ടേ അവസാനം ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ രക്ഷയില്ല. ഇനിയിപ്പോ ബാക്കി നോക്കാം. ഏതായിരിക്കും ഇതിൽ ആദ്യം വന്നത് എന്താണെന്ന് പറയട്ടെ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു 1962 ആണ്. 1962 വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് 1962. ഇനി 1969 ഒരു 6-7 വർഷത്തിന് ശേഷം ഇതിനെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ, ആദ്യം സമിതിയായിരുന്നു, പിന്നെ സംഘടന നിലവിൽ വന്നു 1969. അത് കഴിഞ്ഞിട്ട് 1975 ആയപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട
സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു 1975. ഇനി ചന്ദ്രയാൻ ദൗത്യം ഏത് വർഷമായിരുന്നു? 2008 ചന്ദ്രനിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഉത്തരം വരുന്നത് 1, 2, 3, 4 കറക്റ്റ് ഓർഡർ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. അടുത്തത് 20 പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും സഹായം ചെയ്ത രാജ്യങ്ങളും. പഠിച്ചിട്ട് പോണേ, 1 മാർക്ക് ഉറപ്പാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവയുടെ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡിയാണ് വേണ്ടത്. തെറ്റ് ഏതാണ് ഇതില്? ശരിയായിട്ടുള്ളതൊക്കെ പറയട്ടെ. ബിലായി സോവിയറ്റ് യൂണിയൻ. ബിലായി സഹായിച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്, ശരിയാണ്. റൂർക്കേല ജർമ്മനി, അതും നമ്മൾ പറഞ്ഞു. റൂർക്കേലയ്ക്ക് ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ. ദുർഗാപൂർ എവിടെയാണ്? ബ്രിട്ടൻ ആണ്. ഈ ബൊക്കാറോ ഫ്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ബൊക്കാറോയ്ക്ക് ആരാ സഹായം നൽകിയത്? ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയൻ ആണ് ബൊക്കാറോയ്ക്ക് സഹായം നൽകിയത്. അപ്പോൾ ഓപ്ഷൻ 4 തെറ്റായിട്ടുള്ളത്. ഡി ആണ് തെറ്റായിട്ടുള്ളത്. തെറ്റാണ് വേണ്ടത്. അപ്പോൾ ബിലായിക്ക് സോവിയറ്റ് യൂണിയൻ ആണ്, ബൊക്കാറോയ്ക്കും സോവിയറ്റ് യൂണിയൻ ആണ്. ബിലായും ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ ആണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. 21 ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. 1951-56 കാലയളവിലാണ് ഇതിന് 1ാം പഞ്ചവത്സര പദ്ധതി. കറക്റ്റ് ആണ്. ഇത് അറിയപ്പെടുന്ന പേര് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. അതും കറക്റ്റ് ആണ്. 3 കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. അതും കറക്റ്റ് ആണ്. 1, 3, 4 കറക്റ്റ് ആണ്. ഇപ്പോൾ വർഷം ഒത്തിരിക്കുക. 1951-56 1ാം പദ്ധതിയുടെ കാലയളവ്. ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര വികാസത്തിന് ഊന്നൽ നൽകി. ഇത് 3 കറക്റ്റ് ആയിട്ടുള്ളത്. ഉത്തരം വരുന്നത് 1, 3, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. ഇനി തെറ്റായിട്ടുള്ളത് വ്യവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്ന് പറയുന്നത് ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയാണ് വ്യവസായ വികസനത്തിന് ഊന്നൽ നൽകിയത്. PC മഹലനോബിസ് മാതൃകയിലാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായിക വികസനത്തിന് പ്രാധാന്യം നൽകിയത്. 22 അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? അണക്കെട്ടുകള് ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു ആണ് അങ്ങനെ പറഞ്ഞത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? എന്റെ ഉത്തരം 2026 ഏപ്രിൽ വരെ സുമൻ ബെറി എന്നായിരുന്നു ഓപ്ഷൻ എ വരുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിലെ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ്. ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ഓർത്തോളണം. 24 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ഡേറ്റ് എന്നാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. 2023 ഓഗസ്റ്റ് 23. ഡേറ്റിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ആ ദിവസമാണ് പിന്നെ നമ്മുടെ ഇന്ത്യയില് എന്ത് ദിവസമായിട്ട് ആചരിക്കുന്നത്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. അതോടെ ഓർത്തു വെച്ചോളുക. 25 താഴെ പറയുന്നവയിൽ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. താഴെ പറയുന്നതില് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കിഴക്കൻ മലനിരകളിൽ പെടുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4. 1, 2, 4 അതായത് പത്കായിബം, മിസോ കുന്നുകള്, ഗാരോ ഖാസി കുന്നുകള്. പത്കായിബം, മിസോ കുന്നുകള്, ഗാരോ ഖാസി കുന്നുകൾ. ഇത് 3 ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ്. ഹിമാദ്രി കിഴക്കൻ മലനിരയാണോ? അല്ലല്ലേ. ഹിമാദ്രി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ പ്രധാന ഭാഗമാണ് അല്ലേ ഹിമാദ്രി. അപ്പൊ അത് തെറ്റാണ്. 26 ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത്?
റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത് അല്ലെ. അതുപോലെ തന്നെ കായലുകളും അഴിമുഖങ്ങളും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ കാണപ്പെടുന്നു. ഇത് രണ്ടും ഇന്ത്യയുടെ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. തെറ്റ് വരുന്നത് 2ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ്. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നതും താരതമ്യേന വീതി കൂടിയതും കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതയാണ്. ഡെൽറ്റ രൂപീകരണവും താരതമ്യേന വീതി കൂടിയതും കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതയാണ്. 26 ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമായിട്ടാണ് കേട്ടോ. ശരിയായതാണ് വേണ്ടത്. ഉത്തരം ഞാൻ പറയാം. ഉത്തരം വരുന്നത് 3ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. ഇത് രണ്ടും ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ്. ഇനി തെറ്റായിട്ടുള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ആദ്യത്തെ തെറ്റാണ്. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 36 ദ്വീപുകൾ ഉള്ളത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് 36 ദ്വീപുകൾ ഉള്ളത്. ആൻഡമാനിൽ 200 ദ്വീപുകളുണ്ട്. ഇതിൽ 20 താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. താഴെ നൽകിയിട്ടുള്ളതിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചായിരുന്നല്ലോ. അത് ആ ഓപ്ഷൻ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും. കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണുള്ളത്? 3ഉം 4ഉമാണ്. പാരാദ്വീപും ഹാൽഡിയയുമാണ് കിഴക്കൻ തീരത്തുള്ളത്. 3ഉം 4ഉം ഓപ്ഷൻ ഡി ആണ്. ഇനി കണ്ട്ലയും നെവാഷേവയും പടിഞ്ഞാറൻ തീര സമതലത്തുള്ളതാണ് കേട്ടോ. ഈ പാരാദ്വീപ് ഏതാണ്? ഒഡീഷയിലാണ് പാരാദ്വീപ് ഉള്ളത്. പിന്നെ ഹാൽഡിയ കൊൽക്കത്ത അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് ഹാൽഡിയ ഉള്ളത്. ഓക്കെ. 29 ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഓപ്ഷൻ എ ആണ്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. 30 കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. അപ്പോൾ വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ പത്തനംതിട്ട, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ചീയപ്പാറയാണ്. ചീയപ്പാറ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. പത്തനംതിട്ട അല്ല. ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ ഉള്ളത്. ബാക്കി വാഴച്ചാൽ തൃശ്ശൂരാണ്, പാലരുവി കൊല്ലത്താണ്, തുഷാരഗിരി കോഴിക്കോടാണ്. 31 കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. 2024 PSC സ്റ്റേറ്റ്മെന്റുകൾ ഇഷ്ടമായിരുന്നു. സ്റ്റേറ്റ്മെന്റുകൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റുകൾ ആകുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കുറെ ഫാക്ട്സ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുത്തത്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് വേണ്ടത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ്. ശരിയാണ് അല്ലെ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. അതും ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അതും ശരിയാണ്. പൊന്നാനിയിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് 1, 2, 4 1, 2, 4 ശരിയായിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പറഞ്ഞു പോകാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. ഇത് 4ഉം ശരിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പ് ചെറുതാണെന്ന് ഓർത്താൽ മതി. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. 33 കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന 2ഉം 4ഉമാണ് തെറ്റ്. ഇതിൽ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. കറക്റ്റ് പറയാം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ഇനി തെറ്റ് നമുക്ക് തിരുത്തി പോകാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. ഇനി ശബരിഗിരി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി
ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. സോറി, അത് രണ്ടുമാണ് കറക്റ്റ് വരേണ്ടത്. അടുത്തത് കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്. ഇതിന്റെ തെറ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റിനും ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. ഇനി മലനാടിന്റെ ഉയരം എത്രയാണ്? 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതിനെയാണ് നമ്മൾ മലനാട് എന്ന് പറയുന്നത്, അല്ലെ? സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ളതിനെ നമ്മൾ മലനാടെന്ന് പറയും. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്കാണെങ്കിൽ ഇടനാടെന്ന് പറയും. 7.5 മീറ്ററിന് താഴെയാണെങ്കിൽ തീരപ്രദേശമാണ്, അല്ലെ? ക്ലിയർ ആയില്ലേ? അടുത്തത്, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? താഴെ പറയുന്നവരിലെ കേരള അത്ലറ്റ്സിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? KT ഇർഫാനും സിനി ജോസും അഞ്ജു ബോബി ജോർജും കേരള അത്ലറ്റ്സിൽ ഉൾപ്പെടുന്നവരാണ്. ഓപ്ഷൻ സി ആണ് 1, 2, 4. ജിമ്മി ജോർജ് കേരള അത്ലറ്റ്സ് ആണോ? അദ്ദേഹം പ്രശസ്ത വോളിബോൾ താരമാണ്, അത്ലറ്റിക് അല്ല. ഓക്കെ, അർജുന അവാർഡ് നേടിയ ആദ്യ വോളിബോൾ താരമാണ് ജിമ്മി ജോർജ്. 36, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഇതിന്റെ ഉത്തരം ഞാൻ പറയാം. ഉത്തരം 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ്. അതായത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത്, മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 മാർച്ച് 19 മത്സ്യഫെഡ് ആരംഭിച്ചത്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന എന്ന് പറയുന്ന പദ്ധതി എന്തിനാണ്? മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇത് തെറ്റിപ്പോയ പ്രസ്താവനകൾ നമുക്കൊന്ന് തിരുത്താം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്, അല്ലെ? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. അപ്പൊ അത് രണ്ടുമാണ് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത്. ഇനി 37, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പെരിയാർ ആണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? ഏതാണ് കടൽ തീരമില്ലാത്ത ജില്ല? ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ടയാണ് കടൽ തീരമില്ലാത്ത ജില്ല. 39, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3 ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. 40, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23. ഇതുപോലെയൊക്കെ 2 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന 2 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ കൊള്ളായിരുന്നു, അല്ലേ? അപ്പോൾ ഓഗസ്റ്റ് 23, 2023 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 40 ചോദ്യങ്ങൾ. ബാക്കി 40 ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ലെങ്തി ആണെന്നൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.